എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ്, ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റിന്റെ മുന്നോടിയായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് രാത്രി 8 മണിയോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് admission.uoc.ac.in/admission എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിലവിൽ നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഈ ഒരു FIUGP 2025-26 സ്റ്റുഡൻറ് ലോഗിൻ എന്നത് ഈ ഒരു മൂന്നാമതായിട്ടാണ് ആ ഒരു ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ അത് ഒന്നാമതായിട്ട് ലിങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ഇന്ന് 8 മണിയോടെ ആയിരിക്കും വരിക. അപ്പോൾ റിസൾട്ട് അതിന് മുമ്പ് വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാപ് ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡ് മറന്നുപോയാൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്യാപ് ഐഡിയും പാസ്വേഡും മറന്നുപോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ഫോഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ തന്നെ ഫോഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ റീസെറ്റ് പാസ്വേഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു admission.uoc.ac.in/admission എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ FIUGP 2025-26 സ്റ്റുഡൻറ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച് നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയത്തേക്ക്, അതായത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് അതുപോലെ തന്നെ ക്യാപ് ഐ ഡി എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് ID എന്നത് മാത്രമാണ് ക്യാപ് ID കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയും. ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ അത് ക്യാപ് ID എന്നാണ് പറയുക. അപ്പോൾ അത് ക്യാപ് ID നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ആക്സസ് കോഡ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ആ ഒരു സ്ക്രീനിൽ തന്നെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളോ അല്ലെങ്കിൽ അക്കങ്ങളൊക്കെ കാണും. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ഏത് കോളേജിൽ അലോട്ടഡ് കോളേജ് ഏതാണ്, അലോട്ടഡ് കോഴ്സ് ഏതാണ് എന്നിവ കാണാൻ പറ്റുന്നതാണ്. അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്യാപ് ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങൾക്ക് ക്യാപ് ID പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആക്സസ് കോഡ് ആ ഒരു രീതിയിൽ ഉണ്ടാവും. സാധാരണ ഇതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെതിൽ ആ ഒരു രീതിയിൽ ഉണ്ടാവാറില്ല. സാധാരണ ഈ ഒരു ക്യാപ് ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡ് മാത്രമാണ് കൊടുക്കാനായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ അല്ലെങ്കിൽ സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഫോഗോട്ട് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ഫോഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഫോഗോട്ട് പാസ്വേഡ് എന്നിങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയവരാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് അതിൽ പിന്നീട് സബ്മിറ്റ് ചെയ്ത് പിന്നീട് വരുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു SMS ആയിട്ട് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ നമ്പർ, അത് ക്യാപ് ID വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോഗോട്ട് പാസ്വേഡ്, അതായത് ഈ ഒരു റീസെറ്റ് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ അതിൽ പറഞ്ഞ പ്രകാരമുള്ള നിങ്ങളുടെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ചോദിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ 2 കോളങ്ങൾ ഉണ്ടാകും. 2 കോളങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് പുതുതായിട്ട് വേണ്ട പാസ്വേഡ് അത് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു പുതിയ പാസ്വേഡ് അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പുതിയ പാസ്വേഡും ക്യാപ് ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് മുതലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളിവിടെ കൃത്യമായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്യാപ് ഷെഡ്യൂൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഷെഡ്യൂൾ ഫോർ FIUGP ക്യാപ് 2025 അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം, അതായത് ഇന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 8 മണിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു 18-ാം തീയതി, ജൂൺ 18-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. നിങ്ങൾക്ക് അപേക്ഷയിലെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ലോഗിൻ ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കേണ്ടതാണ്. കാരണം അഡ്മിഷൻ സമയത്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് തരത്തിൽ എടുത്താലും, അതായത് ഓപ്ഷൻസ് ഉൾപ്പെടെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിപ്പിക്കേണ്ടതാണ്. കാരണം ഓൾറെഡി നിങ്ങളടുത്ത് ഒരു പ്രിൻ്റ് ഉണ്ടാവും. എന്നാൽ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുകയാണ്, അത് നിങ്ങൾ ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, ഏതൊരു വിവരങ്ങളായിരുന്നാലും നിങ്ങൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു എഡിറ്റ് ചെയ്തതിൻ്റെ പുതിയ ആ ഒരു
ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഒരു ജൂൺ 21-ാം തീയതിയാണ്. പിന്നീട് ജൂൺ 21 മുതൽ 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് മാൻഡാറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ ചെയ്യുന്നതിനുമുള്ള അവസരം ഉണ്ടായിരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യം ഇതേ രീതിയിൽ ഈ ഒരു ജൂൺ 21-ാം തീയതി മുതൽ 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു രീതിയിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, അതായത് നിങ്ങൾ ഇപ്പോഴല്ല ഇത് ചെയ്യേണ്ടത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമേ ഹയർ ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ആരംഭിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ 3ാമത്തെ ഓപ്ഷൻ കിട്ടി, എനിക്ക് ആ ഒരു സീറ്റ് മതി എന്നാണെങ്കിൽ ഇതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രീതിയിൽ 1-2 ഓപ്ഷനുകൾ മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടിയാൽ അതിന് താഴെ എല്ലാവിധ ഓപ്ഷനും റിമൂവ് ആയി പോകും. അതായത് ഈ ഒരു രീതിയിൽ റിമൂവ് ആവുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ്, അല്ലാതെ ട്രയൽ അലോട്ട്മെൻറ്റിലല്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ ഓപ്ഷനും പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അല്ലാതെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് എവിടെയാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയെന്ന് വിചാരിച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നുള്ളതിനും നിർബന്ധമൊന്നുമല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മാൻഡാറ്ററി ഫീസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഫീസ് അടക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുക. സീറ്റ് കൺഫേം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ മതി, ഇനി മുകളിലുള്ള മറ്റ് ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാൽ അതിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ മാൻഡാറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യണം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 21-ാം തീയതി 12 മണിക്കാണ് വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 27 മുതൽ ജൂലൈ 2-ാം തീയതി വരെ പോയിട്ട് അഡ്മിഷൻ നേടണം. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നീട് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു സൗകര്യം, അത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് PWD കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് വരുന്നു, പിന്നീട് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ്, പിന്നീട് സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ്, പിന്നീട് അതിൻ്റെ അഡ്മിഷൻ, പിന്നീട് മാനേജ്മെൻറ്റ് കോട്ടയുടെ അഡ്മിഷൻ. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം പല വിദ്യാർത്ഥികൾക്കും മുൻ വർഷങ്ങളിൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അലോട്ട്മെൻറ്റ് വന്ന ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അലോട്ട്മെൻറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 18-ാം തീയതി വൈകുന്നേരം 3 മണി വരെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിൽ വേണ്ട എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിട്ടില്ല. ഇന്ന് 8 മണിയോടെ മാത്രമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ